വന്നിട്ടുള്ള എൻ്റെ വീടിന് അടുത്തുള്ള ഒരു റംബൂട്ടാൻ മരം കാണിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ റംബൂട്ടാൻ മരം. കണ്ടോ ഗൈസ്, റംബൂട്ടാനൊക്കെ നല്ല പഴുത്ത് വരുന്നതേ ഉള്ളു. പിന്നെ പച്ചയൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. ഗൈസ് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെയാണ് കേട്ടോ, ഇലയുടെ ഇടയ്ക്കോട്ടൊക്കെ ചേർന്ന് നിൽപ്പുണ്ട്. എൻ്റെ അപ്പുറത്തുണ്ട് ഗൈസ്. ഇതിൻ്റെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടിൻ്റെ അകത്ത് ഉള്ളൊരു റംബൂട്ടാൻ മരമാണ് കേട്ടോ. ഞാൻ കണ്ടപ്പോൾ അത് നിങ്ങൾക്കൂടെ ഈ ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലും കടയിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ റംബൂട്ടാൻ വാങ്ങിക്കുന്നത്. ആരും അധികം വീട്ടിലൊന്നും കാണാൻ സാധ്യതയില്ലാത്തതാണ് ഈ റംബൂട്ടാൻ. അത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഇത് പഴുത്ത് വരുമ്പോഴാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗി കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇങ്ങനെ പഴുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണിത്. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അപൂർവമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. നമ്മൾ സാധാരണ എല്ലാവരും റംബൂട്ടാൻ വീട്ടിൽ നിന്നൊക്കെ തന്നെ ഇത് കണക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരിക്കും പൊതുവെ എല്ലാവരും വാങ്ങിക്കുന്നത്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ റംബൂട്ടാൻ മരം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെയൊക്കെ റംബൂട്ടാൻ മരം ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ മരം ഉണ്ടോ, കമൻറ്റ് ചെയ്യണേ. അത് എനിക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.